രാജ്യത്തിന്റെ ഭരണഘടനയും മതനിരപേക്ഷതയും നിലനിർത്താനുള്ള ജനവിധിയാണ് 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്നത്. അതിനുതകുന്ന തരത്തിലുള്ള ഐക്യധാര രൂപപ്പെടുത്താനും ജനകീയ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നതിനും ഇടതുപക്ഷത്തിന് കഴിഞ്ഞു എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ്. കേന്ദ്ര സർക്കാരിന്റെ കടുത്ത പ്രതികാര നടപടികളെ നേരിട്ടാണ് കേരളം ജനകീയ ബദൽ ഉയർത്തിയത്. കേന്ദ്ര നയങ്ങൾ വഴി സംസ്ഥാന സർക്കാരിനെതിരായി ജനവികാരമുണ്ടാക്കാൻ തീവ്ര ശ്രമവും ഉണ്ടായി. ആ സാഹചര്യങ്ങൾക്കിവിടെ ശക്തമായ ജനപിന്തുണയാർജിക്കാൻ CPM-നും ഇടതുപക്ഷ പാർട്ടികൾക്കും കഴിഞ്ഞിട്ടില്ല. അതിന്റെ കാരണങ്ങൾ കണ്ടെത്തി തിരുത്തുന്നതിന് പാർട്ടി തലത്തിലും സർക്കാർ തലത്തിലും ഇടപെടൽ നടന്നുവരികയാണ്. കേന്ദ്രം പ്രതിബന്ധങ്ങൾ തീർക്കുമ്പോൾ സംസ്ഥാന സർക്കാർ മുൻഗണനാക്രമം നിശ്ചയിക്കുക എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അടിസ്ഥാന വിഭാഗത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നത് ഏറ്റവും പ്രധാനമായി പാർട്ടിയും സർക്കാരും കാണുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള നടപടികൾ സർക്കാർ തലത്തിൽ ആരംഭിച്ചു കഴിഞ്ഞെന്നും വ്യക്തമാക്കുന്നതാണ് 10-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ നടത്തിയ പ്രസ്താവനയും ചൊവ്വാഴ്ച പ്രഖ്യാപിച്ച 100 ദിന പരിപാടി. സാധാരണക്കാരുടെ ക്ഷേമവും സാമൂഹ്യ പുരോഗതിയും സമഗ്രവും സുസ്ഥിരവുമായ വികസനവും ഉറപ്പുവരുത്തുക എന്നതാണ് LDF സർക്കാരിന്റെ നയം. താഴെ തട്ടിലുള്ള ജനങ്ങളുടെ ക്ഷേമത്തിനും പുരോഗതിക്കും മുൻഗണന നൽകണമെന്നും അവർക്കുള്ള എല്ലാ ആനുകൂല്യവും സമയബന്ധിതമായി നൽകണമെന്നുമാണ് LDF സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. സാമൂഹ്യക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്നും ഇതുവരെ കുടിശ്ശികയായിട്ടുള്ള 5 ഗഡു 2 വർഷത്തിനകം കൊടുത്തു തീർക്കുമെന്നും നിയമസഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞു. 62 ലക്ഷം പേർക്കാണ് 1600 രൂപ വീതം ക്ഷേമ പെൻഷൻ നൽകി വരുന്നത്. ഈ വർഷം മുതൽ 2 ഗഡു ക്ഷാമബത്തയും ക്ഷാമ ആശ്വാസവും ജീവനക്കാർക്കും പെൻഷൻകാർക്കും കൊടുക്കുമെന്നും സർക്കാർ നിയമസഭയിൽ പ്രഖ്യാപിച്ചു. കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ വിതരണം കാര്യക്ഷമമാക്കുമെന്നും അങ്കണവാടി പ്രവർത്തകർക്കുള്ള കുടിശ്ശിക കൊടുത്തു തീർക്കുമെന്നും താലൂക്ക് കേന്ദ്രങ്ങളിൽ മെഗാ ത്രിവേണി മാർക്കറ്റുകൾ തുറക്കുമെന്നും വിദ്യാർത്ഥി സ്കോളർഷിപ്പ് കുടിശ്ശിക ഉടൻ നൽകുമെന്നും സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ക്ഷേമാനുകൂല്യങ്ങളിലും മറ്റും കുടിശ്ശിക വന്നത് കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുന്ന കേന്ദ്ര നയത്തിന്റെ ഭാഗമായിരുന്നു. ഒക്ടോബർ 22 വരെ സർക്കാരിന്റെ 3-ാം വാർഷികത്തോടനുബന്ധിച്ച് നടപ്പാക്കുന്ന ഈ 100 ദിന കർമ്മ പരിപാടിയിൽ 47 വകുപ്പുകളുടെ 13,013.40 കോടി രൂപയുടെ പദ്ധതികളാണ് നടപ്പാക്കുന്നത്. ആകെ 1070 പദ്ധതി. 2,59,384 തൊഴിലവസരം സൃഷ്ടിക്കുകയാണ് ലക്ഷ്യം. 706 പദ്ധതി പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്യാനും 364 പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം പ്രഖ്യാപനവും ഈ പരിപാടിയുടെ ഭാഗമായി നടക്കും. 761.93 കോടി ചെലവിൽ നിർമ്മിച്ച 63 റോഡ്, 28.28 കോടിയുടെ 11 കെട്ടിടം, 90.91 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച 9 പാലം എന്നിവയാണ് അടുത്ത 100 ദിവസത്തിനുള്ളിൽ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. സംസ്ഥാനത്തെ എല്ലാ ജില്ലയിലുമായി 30,000 പട്ടയം കൂടി 100 ദിവസത്തിനുള്ളിൽ വിതരണം ചെയ്യും. 37 സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ പൂർത്തീകരണവും 29 സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ നിർമ്മാണ ഉദ്ഘാടനവും ഈ ഘട്ടത്തിൽ നടക്കും. പുതുതായി 456 റേഷൻ കട കൂടി കെ സ്റ്റോറുകളായി നവീകരിച്ചുകൊണ്ട് സംസ്ഥാനത്ത് 1000 കെ സ്റ്റോറുകൾ എന്ന നാഴികക്കല്ല് പൂർത്തിയാക്കുകയും ചെയ്യും. അവയവം മാറ്റിവെക്കൽ, ശസ്ത്രക്രിയകൾക്കു ശേഷം ഉപയോഗിക്കേണ്ട മരുന്നുകൾ എന്നിവ ലാഭം ഒട്ടുമില്ലാതെ കാരുണ്യ കമ്മ്യൂണിറ്റി ഫാർമസി വഴി രോഗികൾക്ക് നൽകുകയും ചെയ്യും. രാജ്യത്തെ ഭൂരിപക്ഷം മേഖലയിലും കേരളം നടത്തുന്ന മുന്നേറ്റം അംഗീകരിക്കാൻ പ്രതിപക്ഷത്തിന് മടിയാണെങ്കിലും നീതി ആയോഗിന്റെ സുസ്ഥിര വികസന സൂചികയിൽ കേരളം വീണ്ടും ഒന്നാമതെത്തിയത് LDF സർക്കാരിനുള്ള അംഗീകാരം കൂടിയാണ്. 2023-24 സൂചികയിലാണ് 79 പോയിന്റ് നേടി കേരളം ഒന്നാമതെത്തിയത്. 2020-21 പുറത്തിറക്കിയ സൂചികയിൽ 75 പോയിന്റോടെയായിരുന്നു കേരളം ഒന്നാമതെത്തിയത്. 4 പോയിന്റ് കൂടി ഉയർത്തിയാണ് ഇക്കുറി കേരളം ഒന്നാമതെത്തിയത്. നീതി ആയോഗിന്റെ പട്ടികയിൽ ഏക പട്ടിണിരഹിത സംസ്ഥാനവും കേരളമാണ്. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, ആയുർദൈർഘ്യം തുടങ്ങി 16 സൂചികകളിലും കേരളം മികച്ച നിലയിലാണ്. ജനക്ഷേമവും സാമൂഹ്യ പുരോഗതിയും ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന LDF സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമാണ് നീതി ആയോഗിന്റെ ഈ അവലോകനം. ഇതെങ്കിലും അംഗീകരിക്കാൻ കേരളത്തിലെ പ്രതിപക്ഷം തയ്യാറാകുമോ എന്തോ.